ഹായ് ഫ്രണ്ട്സ്, അമ്മ ഒരു മോഹൻലാൽ ജിസയുടെ പടമാണ് വരയ്ക്കുന്നത്. മാല എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണേ. ഒരു സിനിമ നടിയാണ് വരയ്ക്കുന്നത്. എല്ലാവരും കണ്ടവർ സബ്സ്ക്രൈബും ചെയ്യണേ. മോഹൻലാൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞ് ഇന്ന് ഒരു പോർട്രേറ്റാണ് ചെയ്യുന്നത്. മൊണാലിസയുടെ പോർട്രേറ്റാണ്. അത് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. മഹാകുംഭമേളയിൽ മാല വിൽപ്പനക്കാരിയായിട്ട് വന്നൊരു കുട്ടിയാണ്. മനോഹരമായുള്ള ചാരക്കണ്ണുകളോടുകൂടിയുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പം നമ്മൾ ഏത് പോർട്രേറ്റ് വരച്ചാലും ഏറ്റവും ഒരു ഹെയർ തൊട്ടാണ് ഔട്ട്ലൈൻ ഇട്ട് വരുന്നത്. അതിനുശേഷം നെറ്റിത്തടവും ഒരു ഐബ്രോവും തമ്മിലുള്ള ഒരു വ്യത്യാസവും, അതുപോലെ തന്നെ കണ്ണിൻ്റെ ഒരു വ്യത്യാസവും, അതുപോലെ തന്നെ ഒരു മൂക്കിൻ്റെ വ്യത്യാസവും, അവിടെ ലൈൻ ആദ്യമേ നമ്മൾ ഒരു ഐബ്രോയും കണ്ണും മൂക്കും ഒരു ചുണ്ടും നമ്മൾ ഒരു ലൈൻ കറക്റ്റ് ഒരു ഔട്ട്ലൈൻ ഒരു ഡിസ്റ്റൻസ് നോക്കി ലൈൻ ഇട്ട് അവിടെ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു മുഖത്തിന് ചുറ്റുമുള്ളൊരു റൗണ്ട് ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഹെയറിൻ്റെ ലൈൻ തൊട്ട് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി പെർഫെക്റ്റായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതെല്ലാം ലൈനുകൾ ഏതെല്ലാം ഷെയ്ഡുകളാണോ നമ്മൾ ഒരു കയ്യിലിരിക്കുന്ന പിക്ചറിലുള്ളത് അതേപോലെ സെയിം നമ്മൾ പകർത്തിയെടുക്കുക ആണ് ചെയ്യുന്നത്. ഒരു പ്രിൻ്റ് ചെയ്യുന്ന കണക്ക് നമ്മളത് അച്ചടിച്ച് എന്തെല്ലാം അതിലുണ്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ അതേപോലെ തന്നെ നമ്മൾ കളർ ചെയ്ത് പകർത്തിയെടുക്കുന്നതാണ് ഈ പോർട്രേറ്റ് എന്ന് പറയുന്നത്. ഒരു ഫേസിൻ്റെ കളർ ഇനി നമ്മൾ ഒരു ഔട്ട്ലൈൻ കംപ്ലീറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇനിയെന്ന് പറയുന്നത് ഒരു കളർ ചെയ്യാനാണ്. കളർ കുറച്ച് ബ്രൗൺ കളറും കൂടി നമ്മൾ സാധാരണ ഈ ഒരു ബോഡി കളറിൽ മിക്സ് ചെയ്തിട്ടാണ് ഒരു വാഷ് ചെയ്തെടുത്തത്. വാഷിംഗ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊന്ന് ഒരു ലൈറ്റായിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് ലൈറ്റ് കളറായിട്ട് കുറച്ച് വെള്ളം കൂട്ടിയാണ് ആദ്യമേ നമ്മളതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത്. അതിന് വാഷ് ചെയ്തെടുക്കുന്നതാണ് പറയുന്നത്. അതായത് കുറച്ച് കളറും ഒരുപാട് വെള്ളവും നമ്മൾ ഒരു ഡിഷിൻ്റെ ഒരു ചെറിയ ഗ്യാപ്പിൽ നമ്മൾ ഒഴിച്ച് വെച്ചാൽ അത് കംപ്ലീറ്റ് നമ്മൾ പെട്ടെന്ന് കഴുകിയെടുത്ത് അത് ഡ്രൈ ആയതിനു ശേഷമാണ് വീണ്ടും നമ്മൾ ഒന്നും കൂടി ഡാർക്ക് ലൈറ്റ് ഷെയ്ഡ് ഇട്ടെടുക്കുന്നത്. ഇതിപ്പം ഡാർക്കും ലൈറ്റും ഒരു വാഷിങ് ആദ്യത്തെ ഫസ്റ്റിലേ ഉള്ളൊരു കളറിൻ്റെ വാഷ് കഴിഞ്ഞ് ഒരു ഡാർക്ക് ലൈറ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഇനി അത് ഒന്നും കൂടി ക്ലിയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണോ ഒരു ഷെയ്ഡ് വരുന്നത്. അപ്പം അത് നല്ലൊരു ഡാർക്ക് ആയതുകൊണ്ട് വീണ്ടും ഞാനൊരു ചെറിയൊരു കളറിൻ്റെ ഒരു വാഷിങ് ചെയ്തെടുക്കുകയാണ്. അക്ലിക് കളർ ആയതുകൊണ്ട് നമുക്ക് ഇത് വാട്ടർ കളറല്ല, അക്ലിക് കളർ ആവുന്നതുകൊണ്ട് നമ്മൾ നല്ല സോഫ്റ്റ് പ്രതലമായിട്ട് നമുക്ക് എത്ര കളറിങ് വേണമെങ്കിലും അതിൻ്റെ മുകളിൽ നമ്മൾ ഓയിൽ പെയിൻറ്റ് ചെയ്യുന്ന കണക്ക് തന്നെ എത്ര കളർ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്തിപ്പം വേണമെങ്കിൽ ഈ കളർ മാറ്റി നമുക്ക് മറ്റൊരു കളർ ക്രിയേറ്റ് ചെയ്തും എടുക്കാവുന്ന ഒരു പ്രത്യേകത ഈ ഒരു അക്ലിക് കളറിലുണ്ട്. എന്ന് വെച്ചാൽ ഷെയ്ഡ് വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഇട്ടെടുക്കണം, അല്ലെങ്കിൽ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ഒരു എഫക്റ്റ് ഓടുകൂടി തന്നെ അവിടെ നിലനിൽക്കും. അപ്പോൾ ഇതുപോലെ നമ്മളത് വാഷ് ചെയ്തെടുത്ത് ഷെയ്ഡ് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കളറിൻ്റെ വാഷ് ചെയ്തെടുത്തതാണ്. അപ്പം ഇതിന് 2, 3, 4 ടോൺ അനുസരിച്ചാണ്. പെട്ടെന്ന് നമുക്കത് ഡ്രൈ ആവുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്ത് മുന്നോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യമേ നമ്മൾ ഒരു കയ്യിലുള്ളൊരു പിക്ചറിൽ ഏതെല്ലാം കളർ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു ഫേസിന് കളർ വരുന്നോ എന്നുള്ളതും കൂടി നോക്കിയിട്ടാണ് നമ്മളത് ചെയ്തു പോകണം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ബോഡി കളർ തന്നെ ഇട്ട് അതിൻ്റെ ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് പ്ലസ് ലിറ്റിൽ റെഡും കൂടി ഇടുമ്പം കുറച്ചും കൂടി റെഡിഷ് ആയിട്ടുള്ള ഡാർക്ക് ഷെയ്ഡ് നമുക്ക് കിട്ടും. പല ഫേസിലും പല ഷെയ്ഡുകൾ നമുക്ക് ചേഞ്ച് ചെയ്ത് കളർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയെന്ന് വെച്ചാൽ ഇത് ബ്രൗൺ കളറാണ് കുട്ടിയുടെ ഒരു മുടിക്ക് കൂടുതലും മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ നമ്മൾ ബ്രൗൺ പ്ലസ് ബ്ലാക്ക് ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒരൊറ്റ ഔട്ട്ലൈൻ ഇട്ടങ്ങ് എടുത്തതാണ്. ചില ഈ മുടിയിലെന്ന് വെച്ചാൽ ഒക്കർ കളർ പ്ലസ് ബ്ലാക്കാണ് കാണിക്കുന്നത്. ഇത് ബ്രൗൺ പ്ലസ് ബ്ലാക്കാണ്. അപ്പം ബ്രൗൺ പ്ലസ് ബ്ലാക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഔട്ട്ലൈൻ ഇട്ട് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഡാർക്ക് ബ്ലാക്കും
അതുപോലെ തന്നെ ബ്രൗൺ കളറും ഒന്നും കൂടി ഡാർക്ക് ഷെയ്ഡ് ഇടുന്നത്. ആ ഡാർക്ക് ഷെയ്ഡ് ഇട്ടതിന് ശേഷം ആ ഒരു പിക്ചറിൽ നമുക്ക് വീണ്ടും ലൈറ്റ് കാണാം. അതിപ്പം ഈ ബോഡി കളർ പ്ലസ് വൈറ്റ് മിക്സ് ചെയ്തിട്ടാണ് ആ ഹെയറിൻ്റെ ഏറ്റവും മുകളിൽ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ് ഇട്ട് മനോഹരമാക്കി എടുക്കാവുന്നത്.